ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, പണക്കാരൻ സ്വർഗത്തിൽ പോണ കാര്യം കഷ്ടമാണ്, അതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആര് രക്ഷപ്പെടാനാണ്? ഈശോ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് സാധ്യമാണ് എന്ന് പറഞ്ഞൊരു അത്ഭുതം ഉണ്ടായാൽ മതി. ഈശോയുടെ കാര്യം നോക്കി, ഈശോ എല്ലായിടത്തും അത്ഭുതങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? ഇല്ല. ചിലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തോറ്റുപോയതായിട്ട്. സ്വന്തം നാട്ടിൽ ഈശോക്ക് ഒരു അത്ഭുതം പോലും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, കാരണം അവിടെ വിശ്വാസരാഹിത്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗം, ചെറുപ്പം തൊട്ടേ കൽപ്പനകൾ പാലിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. അവൻ ഈശോയോട് ചോദിക്കുന്നത്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, നീ ഉള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്. അവൻ സങ്കടത്തോടെ തിരിച്ചു പോയെന്ന് പറയാം, കാരണം അവൻ അത്രമാത്രം സമ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഈശോയ്ക്ക് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തെ സമ്പത്തിൽ നിന്ന്, പണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഈശോക്ക് കഴിഞ്ഞില്ല. ജീസസ് ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പണം ഒരു ഭീകരനാണേ. ദൈവം പോലും തോറ്റുപോകുന്ന, നിസ്സഹായനാകുന്ന അവസ്ഥയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഈശോയുടെ ഇന്നത്തെ വചനം കേൾക്കാൻ. പണക്കാരൻ സ്വർഗത്തിൽ പോവില്ല.